ഹലോ ഗൈസ്, ലൈഫ് അപ്ഡേറ്റ്സിന്റെ 57 ദിവസത്തിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസത്തെ ഇടവേളകൾക്ക് ശേഷം അണ്ണൻ വീണ്ടും എത്തിയിരിക്കുകയാണ്. ഇനി എന്തായാലും ഗ്യാപ്പ് ഇടില്ല, അത് അണ്ണന്റെ ഉറപ്പ്. ഓക്കേ. രാവിലെ എഴുന്നേറ്റപ്പോൾ മമ്മി പറഞ്ഞു, ഇതേ കുറെ ബുക്കും പേപ്പറൊക്കെ എടുത്ത് വെച്ചേക്കുന്നു, അതിൽ ആവശ്യമുള്ള എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ. നോക്കിയപ്പോൾ അതിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടായില്ല, കുറെ പഴയ നോട്ട്സും പേപ്പറൊക്കെ. അങ്ങനെ നോക്കി ചെല്ലുമ്പോഴാണ് അതിന്റെ ഇടയ്ക്ക് ഇതിരിക്കുന്നത് കണ്ടത്. പണ്ട് വരച്ചൊരു ഫ്രണ്ടിന്റെ പടം. ഇവളാണല്ലോ ഇന്നത്തെ കണി. ഇത് കണിയല്ല കെണിയാ. ഈ പടം മാത്രമല്ല കേട്ടോ, വേറെ ഒന്ന് രണ്ടെണ്ണം കൂടി കിട്ടി. പേപ്പറെല്ലാം നോക്കിയിട്ട് നേരെ കപ്പ പറിക്കാൻ പോയി. ഒന്ന് രണ്ട് ജോഡി ഉണ്ടായിരുന്നുള്ളൂ. അതും പറിച്ച് വെച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് വെച്ച് വരയ്ക്കാനിരുന്നു. റാൻഡം ഡ്യൂട്ടി ഫ്രം പിൻട്രസ്റ്റ്. സ്കില്ലെല്ലാം ഇമ്പ്രൂവ് ചെയ്യണം. പിന്നെ നമ്മൾ വരയ്ക്കുന്നുണ്ടെന്ന് നാലാൾ കൂടി അറിയണം. അതിന് വേണ്ടിയുള്ളത് അത്ര പാടാണ് ഇതൊക്കെ. അങ്ങനെ വരച്ചിരുന്ന് ഉച്ചയാറായപ്പോൾ 2-3 തക്കാളിയും പറിച്ചിട്ട് ചെന്നപ്പോൾ അമ്മ പറഞ്ഞു, ആ മിക്സി ഒന്ന് നോക്കിയേ, അരച്ചോണ്ടിരുന്നപ്പോൾ ഓഫായി പോയിന്ന്. അത് കേൾക്കേണ്ട താമസം. ഉള്ളിൽ ഇറങ്ങിക്കണം എഞ്ചിനീയർ ചാടി എഴുന്നേറ്റു. സ്ക്രൂ ഡ്രൈവർ എടുത്ത് മിക്സി തുറന്നു. പക്ഷെ വയറൊന്നും വിട്ടിട്ടില്ല. പ്രകടമായ കുഴപ്പങ്ങളൊന്നും കാണാൻ പറ്റാത്തതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് തട്ടിയിട്ട് സംഭവം പഴയ പോലെ തന്നെ വെച്ചു. അത്ഭുതം എന്താന്ന് പറയട്ടെ, വയറും കുത്തി സ്വിച്ച് ഉണക്കിയപ്പോൾ മിക്സി ഇറങ്ങി. ഇതെന്തും മറിമായും. അങ്ങനെ നമ്മൾ മെയിനായി. പക്ഷെ വീണ്ടും വരച്ചപ്പോൾ വീണ്ടും മിക്സി കേടായി. ഇത് നമ്മളെ കൊണ്ട് കൂട്ടിയാ കൂടുന്ന പണിയില്ലെന്ന് മനസ്സിലായപ്പോൾ മിക്സി എടുത്ത് വർക്ക്ഷോപ്പിൽ കൊണ്ട് കൊടുത്തു. എന്നിട്ട് തിരിച്ച് വീട്ടിൽ വന്ന് ലഞ്ചും കഴിച്ച് സൈക്കിൾ എടുത്തുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇന്നും വിർച്ചുവിന്റെ വീട്ടിലേക്കാണ് പോക്ക്. പക്ഷെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അവൻ പറയാം, അവൻ വണ്ടിയായിട്ട് വരാം, അവിടെ തന്നെ നിന്നോളാം. അങ്ങനെ അവൻ വണ്ടിയായിട്ട് വന്ന് ഞങ്ങൾ അവൻ്റെ വീട്ടിലെത്തി. വരയും തുടങ്ങി. രാധാമാധവം മെയിൻ സംഭവം ചെക്കൻ വരച്ചോളും. നമ്മൾ ഈ കുഞ്ഞു ഓളങ്ങൾ മാത്രം വരച്ചു കൊടുത്താൽ മതി. വരച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ മംഗളാമ്മ ചായയും കൊണ്ടുവന്നു. കട്ടൻ ചായയും പഴംപൊരി. അങ്ങനെ അതും കഴിച്ച് വർത്താനവും പറഞ്ഞ് വര തുടർന്നു. ഇന്നലെ വരച്ചതിനേക്കാളും കുറച്ചുകൂടെ ലൈറ്റാക്കി വരക്കാൻ പറ്റിയെന്ന്. പ്രോസസ് കൊള്ളാം, ഭയങ്കര സാറ്റിസ്ഫൈങ്, ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരു ക്യാൻവാസിൽ മ്യൂറൽ ചെയ്താലോ എന്നൊരു ആലോചന. എന്ത് പറയുന്നു? അങ്ങനെ രാത്രിയായപ്പോൾ വരച്ചു കഴിഞ്ഞ് ഫുഡും കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. തണ്ണീർമുക്കം ബണ്ടിലേക്കാണ് പോക്ക്. ബണ്ടെത്തിയപ്പോൾ ഇവൻ പറയാ, വെച്ചൂർ പള്ളിയുടെ കുരിശടി പോയി ഇതിലും നല്ല വ്യൂ ആണെന്ന്. പള്ളിയിലെത്തിയപ്പോൾ കുരിശടിയിലേക്കുള്ള വഴി അടച്ചിട്ടിരിക്കുന്നു. പിന്നെ അവിടെ നിന്ന് ബണ്ടിലേക്ക് തന്നെ വന്നു. അവിടെ നിന്ന് 2 കാപ്പിയും കുടിച്ച് കഥയും പറഞ്ഞിരുന്നു. ഇവിടെ കൊള്ളാം, ഒരു സമാധാനമൊക്കെ ഉണ്ട്. അവിടെ നിന്ന് ഒരു 12 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ വീട്ടിലേക്ക് ഇറങ്ങി. തിരിച്ചു പോകുന്ന വഴിക്ക് പെട്രോളിങ്ങിലുണ്ടായിരുന്ന പോലീസുകാർ കൈ കാണിച്ചു. പേരും വണ്ടി നമ്പർ എഴുതിയെടുക്കലാണ് പരിപാടി. അണ്ണനാണ് വണ്ടി ഓടിച്ചത്. അതിലൊരു ചേട്ടൻ 2 പേര് ചോദിച്ചു. ഞാൻ പറഞ്ഞു ജുഗുന സൈമൺ. ആ ചേട്ടൻ അന്നേരം എന്താണ്? അങ്ങനെ 1-2 പ്രാവശ്യം പേരിനെ പറ്റി ഓരോന്നും പറഞ്ഞു തന്നിട്ട് ഞങ്ങളോട് പൊക്കോളാൻ പറഞ്ഞു. കൂടുതലുള്ള ആളുടെ പേര് ചോദിച്ചിരുന്നെങ്കിൽ ഒന്നുകൂടെ ഫണ്ണായനെ. വൃശ്ചിവം രമേശ്. ഫുള്ള് വെറൈറ്റി തന്നെ അല്ലേ? അങ്ങനെ അവൻ എന്നെ കൊണ്ടുവന്നാക്കിയിട്ട് തിരിച്ചു പോയി. അണ്ണൻ വീട്ടിലേക്കും പോയി. അപ്പോൾ ബൈ.